മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് ഈ പാർട്ടിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് ഫ്യൂച്ചറിൽ ഉപയോഗപ്പെടുത്തുന്നതുമായ ഒരു ചെറിയൊരു സംഭവമാണ് ഈ ഒരു പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കാരണം ഇത് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട ചെറിയൊരു പാർട്ടാണ്. കാരണം നമ്മൾ ഈ സിലബസിൽ ലാസ്റ്റിലേക്കാണ് നമുക്ക് ഈ സിറ്റിസൺഷിപ്പിനെ പറ്റി പരാമർശിക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി മിസ് പറയുന്നത് ഇത് നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ പാർട്ടിൻ്റെ പേര് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് എന്നാണ് അല്ലേ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ്. റെസിഡൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റെസിഡൻസിൻ്റെ നൗൺ ഫോം ആണല്ലോ റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ. റെസിഡൻസ് നമ്മൾ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശം, പ്രാദേശികം, നമ്മുടെ പ്രദേശത്തുള്ള വീടുകളാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ താമസിക്കുന്ന ഏരിയ ഒരു പക്ഷേ റെസിഡൻസ് ഏരിയ, നമ്മൾ റെസിഡൻസ് ഉണ്ടാവും. അവിടെ ഒരു കൂട്ടം ഒരു 10ഓ 30ഓ വീടുകൾ ഒന്നിച്ചുള്ള പ്രദേശം നമ്മൾ റെസിഡൻസ് എന്ന് പറയില്ലേ. അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, റെസിഡൻസ് ഏരിയയിലുള്ള വീടുകളെ ഒന്നിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യും, പല ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യും. റെസിഡൻസിൽ ഞങ്ങളെ റെസിഡൻസിൽ നിന്ന് ഇതാണ് നമ്മുടെ റെസിഡൻസ് 1A 1 സെക്ഷൻ A, റെസിഡൻസ് 1 സെക്ഷൻ B എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീട്ടിലെ മുന്നിലും റെസിഡൻസ് ഏരിയയിൽ സെക്രട്ടറി ഉണ്ടാവും, പ്രസിഡന്റ് ഉണ്ടാവും. ഇവരെന്ത് ചെയ്യും, ഓരോ വീട്ടിൽ പോയി നിങ്ങൾ ഈ റെസിഡൻസിൻ്റെ ഉള്ളിലാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ബോർഡൊക്കെ വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മിസ് ജസ്റ്റ് അപ്പോൾ ഈ റെസിഡൻഷ്യൽ നമ്മൾ ഈ പ്രാദേശികമായിട്ടുള്ള ലൊക്കാലിറ്റി നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഈ റെസിഡൻസ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ കുറച്ചും കൂടി ഗ്രോത്ത് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് റിലേറ്റഡ് ടു ഇന്ത്യ, നമ്മുടെ ഇന്ത്യ ആയിട്ട് നമ്മളത് ചിന്തിക്കുക. നമ്മളെ പ്രാദേശികമായിട്ടുള്ള റെസിഡൻസ് ഏരിയ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ മേലോട്ട് പോവുകയാണ്. എവിടെ പോകും, നമ്മൾ ഇൻ്റർനാഷണലി റെസിഡൻസ് ആകുമ്പോൾ നമ്മളെ റെസിഡൻസ് അപ്പോൾ എന്തായി മാറി, ഈ കുഞ്ഞു ലോക്കൽ പ്രദേശം എവിടെയുള്ള നമ്മൾ ഇന്ത്യയിലുള്ളതല്ലേ. അപ്പം നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിലേക്ക് പോവുകയാണ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എത്രത്തോളം എവിടെ താമസിച്ചാൽ എത്രമാത്രം നമുക്ക് റെസിഡൻഷ്യലി നമ്മൾ ഇന്ത്യക്കാരല്ല, നമ്മൾ എത്ര ദിവസം താമസിച്ചാൽ നമ്മൾ ഇവിടെ റെസിഡൻഷ്യൽഷിപ്പ് കിട്ടും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ മിസ് എന്ത് പോയിന്റിലേക്ക് പോവാം, കാറ്റഗറീസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ ഇത് നമ്മൾ ഇന്ത്യനെ ബേസ് ചെയ്ത് നമ്മളിപ്പോൾ നമ്മളെ റിലേറ്റഡ് സബ്ജക്റ്റ് എന്താണ്, റിലേറ്റഡ് ഇൻ ഇന്ത്യ, ഇന്റർനാഷണലി ഉള്ള റെസിഡൻഷ്യൽഷിപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെസിഡൻസ് എന്നാൽ നമ്മൾ പ്രാദേശികമായിട്ടുള്ള ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ജസ്റ്റ് മിസ് സിമ്പിളായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് കാറ്റഗറീസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഇതിൽ ടാക്സബിൾ എനിറ്റീസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇതിന് ഓർഡിനറി സിറ്റിസൺഷിപ്പ് ഉണ്ട്, നോൺ ഓർഡിനറി റെസിഡൻസ് ഉണ്ട്, ആൻഡ് നോ റെസിഡൻസ് ഉണ്ട് അല്ലേ. ഓർഡിനറി റെസിഡൻസ് എല്ലാം സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മിസ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് വായിച്ചു തരാം. എന്താണ് റെസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന് ഒബ്ജക്റ്റീവ്സ് എന്താണ്. ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകം. ഇതിലും നമ്മൾ ഇൻകം റിലേറ്റഡ് ആണ് നമ്മൾ ഈ റെസിഡൻഷ്യൽ എന്ന് പറയുന്നത്. അതിൽ എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ഉണ്ട്, അത് മറന്നു പോയത്. ഇതിൽ ടാക്സ് വരുമ്പോൾ ഇൻകം വരും അല്ലേ. ഓൾറെഡി നമ്മൾ പറയുന്ന ഓരോ പാർട്ടിലും കവർ ചെയ്ത് പോകുന്നത് എന്താണ്, ടാക്സ് ആണല്ലേ. ഇൻകം ടാക്സ്, അഗ്രികൾച്ചറൽ ടാക്സ്, ഗവൺമെൻറ് ടാക്സ് അല്ലേ, അതായത് ബോർഡ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് ഡയറക്റ്റ് ടാക്സസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലായാൽ നെക്സ്റ്റ് എന്തോ റിലേറ്റഡ് ആയിരിക്കും, ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ടാക്സബിൾ എനിറ്റീസ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ. ജസ്റ്റ് ഒബ്ജക്റ്റീവ്സ് മിസ് ഒന്ന് വായിച്ചുതരാം. ഐഡൻറ്റിഫൈ ദ കാറ്റഗറീസ് ഓഫ് ബേസിക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഡിറ്റർമിൻ ദ റെസിഡൻഷ്യൽ categories and explain the different types of incomes and determines of liability. ലയബിലിറ്റി എന്താണ്, ഇൻകം ടാക്സ് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ കണ്ടിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻട്രൊഡക്ഷൻ എന്താ പറയുന്നത്, യു ആർ അവെയർ ഓഫ് ഇൻകം ടാക്സ്. നമുക്ക് എന്തിനെ പറ്റി മനസ്സിലായി, ഇൻകം ടാക്സിനെ പറ്റി മനസ്സിലായി. It revolves around access and is income. The previous units have been familiarized which concept such taxes and the importance of residential status. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ എന്ത് പറയുന്നുണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അത് നമുക്ക് സിലബസ് വായിക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇമ്പോർട്ടൻസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, നമ്മുടെ റെസിഡൻസ് ഇന്ത്യ ഇൻ്റർനാഷണൽ മിസ് നമ്മൾ പഠിക്കുന്ന സിലബസ് ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ് മിസ് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മളെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ഇന്ത്യയിൽ താമസിക്കാനുള്ള അധികാരം. അതിന് നമുക്ക് എന്ത് വേണം, പൗരത്വം വേണം. ഇത്ര ദിവസം 182 എന്ന് പറയുന്നത്
പറയുന്ന ഡേയ്സിനുള്ളിൽ ഇന്ത്യയിൽ സ്ഥിര താമസമായുള്ള ആൾക്ക് മാത്രമേ എന്തുണ്ടാവും, റെസിഡൻഷ്യൽഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും, നമ്മൾ ഇന്ത്യയിൽ ഉൾപ്പെടുത്താൻ പറ്റും. നമ്മൾ ഇന്ത്യയിൽ കുറേ കാലം താമസിച്ച് നമുക്കറിയാം, നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കുറേ ആളുകൾ എങ്ങോട്ട് പോയി, പാകിസ്ഥാനിലേക്ക് അറിയാതെ അല്ലെ നമ്മൾ കുടുംബക്കാരോ അറിയാതെ അതിലേക്ക് പെട്ടുപോയിട്ടുണ്ട്, പാകിസ്ഥാനിലെത്തി പോയിട്ടുണ്ട്. പക്ഷെ അവർ ഓൾറെഡി ഇന്ത്യക്കാരാണെങ്കിലും പിന്നീട് അത് നമ്മൾ വിഭജനം ഇന്ത്യ പാക് വിഭജനം നടന്നപ്പോൾ അവർ പാകിസ്ഥാനിലെത്തി. ആ പാകിസ്ഥാനിലെ ആളുകൾ പണ്ട് ഞാൻ ഇന്ത്യയിലായിരുന്നു പറഞ്ഞ് ഇന്ത്യയിലേക്ക് വന്നാൽ അവിടെ എന്തില്ല, റെസിഡൻഷ്യൽഷിപ്പ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അവർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് എവിടെയാണ്, പാകിസ്ഥാനിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് പിന്നെ വന്നാൽ ഇവിടെ നമുക്ക് റെസിഡൻഷ്യൽഷിപ്പ് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്, നമ്മളൊരു ഇൻകം ടാക്സ് 1961 നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ ആക്ട്, ഏത് ആക്റ്റാണ്, 1961 ആക്ട് അല്ലേ. നമ്മൾ ഈ ഒരു ആക്ട് പ്രകാരമാണ് ഈ ഒരു പാർട്ടിൽ ഓരോ ഭാഗം ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഈ ഒരു ഫിനാൻഷ്യൽ ആക്ടിനെ പറ്റി പറയുന്നുണ്ട്. കാരണം ഈ ആക്ടിലാണ് എല്ലാ ഒരുവിധം ടാക്സ് ആണെങ്കിലും അഗ്രികൾച്ചർ, നേരത്തെ നമ്മൾ അഗ്രികൾച്ചർ മിസ്സിനെ മറ്റൊരു ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൽ മിസ്സ് പറയുന്നുണ്ട് അഗ്രികൾച്ചറൽ ടാക്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ അഗ്രികൾച്ചറൽ ടാക്സും നോൺ അഗ്രികൾച്ചറൽ ടാക്സും ഒക്കെ നമ്മൾ പറയുന്നത് ഏത് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിലാണ്, 1961 ആക്ടിലാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും അതിൽ വീണ്ടും വരുന്നത് ഈ 1961 ആക്ടിലാണ്. എന്തും പറയുന്നത് കാറ്റഗറീസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റി പറയുന്നത് 1961 ആക്ടിലാണ്. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഭേദഗതി നിയമം അല്ലെങ്കിൽ ആ ഒരു ആക്ട്, ഫിനാൻഷ്യൽ ആക്ടിലെ അത് അതാരാണ് ഉണ്ടാക്കിയത്, ഇറ്റ്സ് കൺട്രോൾ ബൈ സെൻട്രൽ ഗവൺമെൻറ് നേരിട്ടിട്ട് കൺട്രോൾ ചെയ്ത് നമുക്ക് തന്നൊരു ആക്റ്റാണ് എന്ത്, 1961 ആക്ട്. അത് നിങ്ങളപ്പോൾ റിപ്പീറ്റ് ചെയ്ത് മിസ് ഓരോരോ പാർട്ടിലും അത് സിലബസിൽ അതുണ്ട്. അപ്പോൾ മിസ് അത് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു ഡേറ്റും ആ ഒരു ആക്റ്റും നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറീസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആൻഡ് കാറ്റഗറീസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഓക്കെ, എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് അർത്ഥമാക്കുന്നത്? അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 4 ഓഫ് ദ 1961 ലോ, ആ ഒരു നിയമപ്രകാരം സെക്ഷൻ 4 പ്രകാരം പറയുന്നത് ടാക്സ് ഈസ് ടു ബി ചാർജ്ഡ് ഓൺ ദി ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഓഫ് ദ പേഴ്സൺ, ദ റേറ്റ് ഫിക്സ്ഡ് ഓഫ് അസസ്മെൻറ്റ് ഇയർ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദ പ്രീവിയസ് ഇയർ ബൈ ദ ആനുവൽ ഫിനാൻസ് ആക്ട് പാസ്ഡ് ബൈ പാർലമെൻറ്റ് ഓഫ് ഫെബ്രുവരി ഇൻ എവറി ഇയർ. എല്ലാ വർഷവും ഫെബ്രുവരിയിലാണ് എക്കണോമിക് ഇയർ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഫെബ്രുവരി മാർച്ചാണ് എക്കണോമിക് ഇയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നപ്പെടുന്നത്, എക്കണോമിക് ഇയർ ആയിട്ട് നമ്മൾ കാണപ്പെടുന്നത്. ഓക്കെ, എക്കണോമിക് ഇയർ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്, അല്ല നമ്മളത് പ്രാവർത്തികത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിലെ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ദ ടാക്സ് ലയബിലിറ്റി എ പേഴ്സൺ ഈസ് ഡിറ്റർമിൻ ബേസ്ഡ് ഓൺ ദ റെസിഡൻസ് ഇൻ ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ. ദ റെസിഡൻഷ്യൽ ഡിറ്റർമിൻ ബേസ്ഡ് ഓൺ ഹിസ് റെസിഡൻസ് ഇൻ ഇന്ത്യ assumes may not necessarily be the same of each year. Maybe the residence is year of non-residence in the next. Like clear identification of residential status. അതായത് ക്ലിയർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഒരാൾ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ കറക്റ്റ് ക്ലിയർ ഇൻഫർമേഷൻ നമ്മൾ ലഭിച്ചിരിക്കണം. കാരണം ഇവർ എത്ര കാലമാണ് ഇവിടെ താമസിക്കുക, അതിനൊരു 782 എന്ന് പറയുന്ന ഡേയ്സ് ഉണ്ട്. അതിനെന്ത് കറക്റ്റ് ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് പിന്തുടർന്നുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ റെസിഡൻഷ്യലി താമസിക്കുന്ന ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. ആ റെസിഡൻഷ്യൽ ടാക്സ് ഉണ്ടാവുമല്ലോ, ആ ടാക്സും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടോട്ടൽ ഇൻകത്തിലൊക്കെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നതും എക്കണോമിക് ഇയർ ലാസ്റ്റ് കാൽക്കുലേഷൻ വരുന്നതൊക്കെ ബേസിക്കലി എന്തിൻ്റെ ബേസിലാണ് വരുന്നത്, ഈ ഒരു റെസിഡൻഷ്യൽഷിപ്പ് എന്ന് പറയുന്ന ടാക്സ് ഉണ്ടല്ലോ, റെസിഡൻഷ്യൽ ടാക്സിൽ നിന്നാണ് ലാസ്റ്റ് എക്കണോമിക് ഇയറിലേക്ക് പോകുന്നത്. അത് ഓരോ പേഴ്സണും റെസിഡൻസിൽ താമസിക്കുന്ന ടാക്സ് ആണ് വലിയ ഇൻകമായി മാറുന്നതും ടോട്ടൽ ഇൻകമായി കാൽക്കുലേഷൻ ചെയ്യുന്നതും. എക്കണോമിക് ഇയറിൽ അവസാനം അതെന്താ ചെയ്യുന്നത്, സാമ്പത്തിക വർഷത്തിൽ അത് കൂട്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിലെ എന്താവുന്നത് നാഷണൽ ഇൻകത്തിലേക്ക്, ദേശീയ വരുമാനത്തിലേക്കൊക്കെ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടാക്സബിൾ എനിറ്റീസ്, അതായത് ടാക്സബിൾ ഇൻകത്തിൽ നമ്മൾ പ്രധാനമായി 3 തരംതിരിച്ചിരിക്കുന്നു. ഓർഡിനറി റെസിഡൻസ്, നോൺ ഓർഡിനറി റെസിഡൻസ് ആൻഡ് നോൺ റെസിഡൻസ്.
അതായത് ഓർഡിനറി റെസിഡൻസ് സാധാരണ നമ്മളെപ്പോലെ അല്ലേ, നമ്മൾ മിസ്സിനെ പോലെ നിങ്ങൾ കേൾക്കുന്ന സ്റ്റുഡൻസ് നിങ്ങളെപ്പോലെ നമ്മളൊക്കെ ഇന്ത്യയിൽ സ്ഥിരം സാധാരണ താമസിച്ച് പോകുന്ന ആൾക്കാരാണ്. നമ്മുടെ പാരൻസ് നമ്മളിവിടെ പ്രസവിക്കുന്നു, നമ്മളിവിടെ ജനിച്ചു വളർന്നു, നമ്മൾ വീണ്ടും നിങ്ങൾ വിവാഹം കഴിക്കുന്നു, കുട്ടികളിവിടെ നമ്മളിവിടെ തന്നെ ജീവിക്കുന്നു, നമ്മളെ പിൻതലമുറക്കാർ ഇന്ത്യ അത് നോർമലി ഇന്ത്യയിൽ മാത്രം ജീവിക്കുന്നു. അവരെയാണ് നോർമൽ റെസിഡൻഷ്യൽ പീപ്പിൾസ് എന്ന് പറയുന്നത്. നോൺ ഓർഡിനറി നല്ല സാധാരണയായി ഇവിടെ അല്ല താമസിക്കുന്നത്. ഇവിടെ അല്ലാതെ പുറത്തേക്ക് പോയി താമസിക്കുന്നവർ ആരല്ല, ഇന്ത്യക്കാരല്ല. അവർക്ക് എന്തില്ല, റെസിഡൻഷ്യൽ ഇൻകം ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൂളേഴ്സ്, അതായത് റൂൾസ് ഫോർ ഡിറ്റർമിനിങ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ള ആ ഒരു ഇതിൽ ആക്സെപ്റ്റബിൾ ആവണമെങ്കിൽ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലേക്കാണ് നമ്മൾ പോവേണ്ടത്. അതായത് ഒരു ഇൻഡിവിജ്വൽ എന്തായിരിക്കണം, ഓർഡിനറി റെസിഡൻറ്റ്, അതായത് ടു ലിവ് ഇൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യയിലെ റെസിഡൻസ് ഇന്ത്യൻ്റെ പ്രാദേശിക ഏരിയയിൽ അദ്ദേഹം താമസിച്ചിരിക്കണം. നോട്ട് ഓർഡിനറി ഇൻ റെസിഡൻറ്റ്, അത് എന്താവാൻ പാടില്ല, പുറത്ത് പോകാൻ പാടില്ല, അതായത് കുറേ കാലം പുറത്തേക്ക് പോകാൻ പാടില്ല. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് സെക്ഷൻ 61A ഇതൊക്കെ പരാമർശിച്ചത്. അതായത് 1961 ആക്ടിൽ, ഫിനാൻഷ്യൽ ആക്ടിൽ, അത് സെൻട്രൽ ഗവൺമെൻറ് ഇന്ത്യൻ നേരിട്ട് ഇൻ്റർനാഷണലി സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ച ആ ഒരു ആക്ടിലാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. Exception of basic condition. In the case of individual being citizens of India, lives in India during the previous year, member of a crew of Indian ship for the purpose of employment outside in India. അതായത് എംപ്ലോയ്മെൻറ്റ് ജോലി സാധ്യത കൊണ്ട് ഇന്ത്യ വിട്ട് പോവേണ്ടി വന്നാൽ അതിന് എന്തല്ല, ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് എതിരല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം അത് ജോലി സംബന്ധമായി അവർ ഇന്ത്യ വിട്ട് നിൽക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് പോകുന്നില്ല. ആര് തന്നെയാണ്, ഇന്ത്യൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ ഉൾപ്പെട്ടവർ തന്നെയാണ്. In the case of individual who is citizen in India to person in Indian origin of already outside in India, അതായത് ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യക്കാരായി ജനിച്ച് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ, ടു ലിവ് ഇൻ ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ പുറത്ത് തന്നെ സ്ഥിരതാമസമാക്കുകയാണെങ്കിൽ അവർ ആരല്ല, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ പാടില്ല എന്നും നമ്മളെ നിയമത്തിൽ പറയുന്നു. Then conditions of part second, additional condition. എന്താണ് നെക്സ്റ്റ് അഡീഷണൽ കണ്ടീഷൻ? He has been in India for period amounting 730 days more during 7 previous year of proceeding period. അതായത് 730 ഡേയ്സിൽ അത്രയതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എവിടെ തിരിച്ചെത്തണം, ഇന്ത്യയിൽ തിരിച്ചെത്തിയെങ്കിൽ മാത്രമേ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ ഉൾപ്പെടുത്താൻ പറ്റൂ. Okay, then stay in India. He stay in India for at least 182 days during the previous year, not in the continuous one to same place. 182 ഡേയ്സിൽ ഇന്ത്യയിൽ, അതായത് പുറത്തുനിന്ന് വന്ന ആളുകൾ ഇന്ത്യയിൽ സ്ഥിരം താമസക്കാരാവാൻ വേണ്ടി 182 ഡേയ്സ് എന്തെങ്കിലും താമസിച്ചിരിക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുന്നു. മിസ്റ്റർ അനിൽ സാറ്റിസ്ഫൈഡ് ഫസ്റ്റ് കണ്ടീഷൻ സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 182 ഡേയ്സ്. അനിൽ എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയിൽ 182 ഡേയ്സ് താമസിക്കാൻ വന്നിട്ട് ഹി സ്റ്റേ ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ, അതായത് 122 മുതൽ അദ്ദേഹം 23, 1/4/22, 1/4/2022 മുതൽ 31/3/2023 വരെ 23 അണ്ടർ അനിൽ താമസിച്ചത് 30 ഡേയ്സ് 31 എന്ന് പറഞ്ഞ് കറക്റ്റ് കാറ്റഗറൈസ് ചെയ്ത് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട്. ഓക്കെ, ദെൻ ആപ്ലിക്കേ ഫോം AY an Indian residential area. നോൺ കമ്പനി പ്ലൂറൽ എനിറ്റീസ്. എന്താണ് നോൺ കമ്പനി പ്ലൂറൽ എനിറ്റീസ് എന്ന് പറഞ്ഞാൽ? Under the section, we will examine the rules regarding residential status of plural entities such as Hindu undivided family HUF firms association of person, Hindu undivided family section 6(2). ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്ത്യൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ ഉൾപ്പെടുത്തണമെങ്കിൽ 182 ദിവസം നമ്മളിവിടെ താമസിച്ചിരിക്കണം. ഓർഡിനറി റെസിഡൻസിനാവണമെങ്കിൽ എന്താണ് ബേസിക് റൂൾസ്? ഇറ്റ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് അഫെയർ ഇൻ ഇന്ത്യ ഓൺ പാർട്ട്ലി സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ ഹോൾ ഇയർ ആൻഡ് സാറ്റിസ്ഫൈഡ് ടു ഫോളോയിങ് കണ്ടീഷൻ ഓഫ് സെക്ഷൻ 66A. അതൊക്കെ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ മാത്രമേ നമുക്ക് സിറ്റിസൺഷിപ്പും ഇന്ത്യയിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ റിയൽ ആയിട്ട് എന്താവാൻ പറ്റൂ, ഒരു ഇന്ത്യൻ സിറ്റിസണായിട്ട് അംഗീകരിക്കൂ. അതായത് ജോലി കിട്ടി പുറത്തു പോകുന്ന ഒരു സിറ്റിസൺസിന് ഇത് ബാധകമല്ല.
Its manager has resident in an illustration. An Hindu undivided family carries import-export business in India, Nepal, Sri Lanka, and Pakistan. It takes in India manage the affair of HUF to employees of agents. Okay. എന്താണ് നോൺ റെസിഡൻറ്റ് ആൻഡ് റെസിഡൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഓർഡിനറി റെസിഡൻസ് അതായത് ടാക്സബിൾ എനിറ്റീസ് എന്ന് പറയും പ്രധാനമായും 3 തരം തിരിച്ചിരിക്കുന്നു. ഓർഡിനറി റെസിഡൻസ്, നോൺ ഓർഡിനറി റെസിഡൻസ് ആൻഡ് നോ റെസിഡൻസ്. സിറ്റിസൺഷിപ്പ് അതായത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ അല്ലേ. ഓർഡിനറി റെസിഡൻസ് ആണെങ്കിലും നോൺ ഓർഡിനറി റെസിഡൻസ് ആണെങ്കിലും എല്ലാം എന്ത് വേണം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഈ ഒരു കാറ്റഗറൈസ് ചെയ്യാൻ